പണ്ടെപ്പോഴോ ശ്രീലത പറഞ്ഞ ഒരു ആഗ്രഹം വർഷങ്ങൾക്കിപ്പുറം സാധ്യമായ സന്തോഷത്തിലാണ് അവർ. അതും 60-ാം വയസ്സിൽ. 60 വയസ്സ് പൂർത്തിയായ തൻ്റെ ജീവിത പങ്കാളിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ കയ്യിൽ സ്നേഹസമ്മാനവും കരുതി എല്ലാവരുടെയും ഒപ്പം എത്തിയിരിക്കുകയാണ് ശ്രീലത. മകൾ മുല്ലപ്പൂ ചൂടിയപ്പോഴും ലിപ്സ്റ്റിക്ക് തേച്ചപ്പോഴും ശ്രീലത അറിഞ്ഞില്ല ഈ ദിവസം അവൾ മണവാട്ടിയാവുകയാണ്. ചടങ്ങിനെത്തിയ എല്ലാവരെയും സ്വീകരിച്ചാനയിച്ചിരുത്തി ഭർത്താവിനൊപ്പം അവർ വേദിയിലേക്ക് കയറുന്നു. ശേഷം 60 വയസ്സിന്റെ നിറവിൽ പങ്കാളി സർവേശ്വരൻ ആ സസ്പെൻസ് പൊളിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. പാവാടയും ബ്ലൗസുമായിരുന്നു. ഇത്രയും വർഷം എൻ്റെ കൂടെ താമസിച്ചിട്ടും എൻ്റെ സഹധർമ്മിണി എന്ന് പറയുന്ന എൻ്റെ ഈ ജീവിത പങ്കാളി സുമംഗലിയല്ല. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല, താലി കെട്ടിയിട്ടില്ല, ഒരു രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലാതെയാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. പലപ്പോഴായിട്ട് മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പം സുമംഗലി അല്ലാതെ മരിക്കേണ്ട ഒരവസ്ഥ വരും. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിനകത്തും അത് ഒരു വേദനയുണ്ടായി. അന്ന് രക്ഷകർത്താക്കൾ ഞങ്ങൾക്ക് അനുവാദം തരാത്തതുകൊണ്ട് ഇന്ന് എൻ്റെ രക്ഷകർത്താക്കളായിട്ട് എൻ്റെ മക്കളുടെ എല്ലാവരുടെയും അനുഗ്രഹവും രക്ഷകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് അവരെന്നെ അനുഗ്രഹിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പാവം ഇതുവരെ അറിഞ്ഞില്ല എന്താണെന്നുള്ളത്, ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു മുഹൂർത്തം നടക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹം വേണം. വർഷങ്ങളായുള്ള ആഗ്രഹ സഫലീകരണം, അതും അപ്രതീക്ഷിതമായി. ശ്രീലതയുടെ നോവായിരുന്ന ആഗ്രഹം സഫലീകരിക്കാൻ കാർമ്മികത്വം വഹിച്ച് രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്നത് മക്കൾ മഹാലക്ഷ്മിയും മഹാദേവനും. കരച്ചിൽ വന്നു. ഐ വാസ് വെരി ഹാപ്പി. വളരെ സന്തോഷമായിരുന്നു. സോ ഇത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. സോ ഇറ്റ് ഇസ് വെരി ന്യൂ. ഞാൻ ഒരിടത്ത് കണ്ടിട്ടുമില്ല അത്. സോ അമ്മ ഇടയ്ക്ക് പറയലുണ്ടായിരുന്നു, ഇങ്ങനെ താലി ഭാഗ്യം എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്, എനിക്ക് ആ ഭാഗ്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിഷമം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത് അച്ഛന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു 60th ബർത്ത്ഡേ വരെ വെയിറ്റ് ചെയ്തിരുന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി അതിന് മുന്നേ തന്നെ ഇവർ മാരീഡ് അല്ല, ബട്ട് സ്റ്റിൽ നല്ലൊരു ഫാമിലി നമുക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ഐ വാസ് റിയലി പ്രൗഡ്. അത്രയും കൺസർവേറ്റീവ് അല്ല, ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള പേരൻസ് ആണ് എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വേറൊരു തലത്തിൽ ഇപ്പോൾ മക്കളായി നിന്നിട്ട് താലി കെട്ടുന്നത് കാണാനും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് നമ്മളാണ് എല്ലാം ചെയ്തത്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട്. എല്ലാ കല്യാണവേദിയിൽ നിന്നും നവദമ്പതികളെ അനുഗ്രഹിച്ചിറങ്ങുമ്പോൾ കണ്ണു നിറച്ച ഒരു നീറുന്ന വേദനയ്ക്ക് മോക്ഷം ലഭിച്ച സന്തോഷത്തിലാണ് ശ്രീലത. അല്ല, എനിക്ക് ഓരോ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കല്യാണം ഇങ്ങനെ ഈ താലി കെട്ടുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ചില സന്ദർഭങ്ങളിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നൊരു തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കിട്ടിയപ്പോൾ സന്തോഷം. 60-ാം വയസ്സിൽ ഒരു വിവാഹം എന്ന് തോന്നാനും ഇതുവരെ വിവാഹമെന്ന ആചാരത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നതിനും ഭർത്താവ് സർവേശ്വരന് പറയുവാനുള്ളത് ഇങ്ങനെയാണ്. നമ്മളൊരു കയറെടുത്തിട്ട് അതൊരു കെട്ടിയാലേ അത് കെട്ടഴിക്കാൻ പറ്റുള്ളൂ. കെട്ടായിരുന്നു അഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതുവരെ വേണ്ടെന്ന്. ഇപ്പം അങ്ങനെയല്ല. എനിക്ക് 60 വയസ്സായി, അവൾക്ക് 57 വയസ്സായി. ഞങ്ങളിനി ഈ 60 വർഷമൊന്നും ഇനി ജീവിച്ചിരിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ സമയത്ത് അതിന് നല്ല മുഹൂർത്തമാണെന്ന് തോന്നി അത് ചെയ്തു. 60-ാം വയസ്സിൽ നവവധൂവരന്മാരായ 35 വർഷത്തെ ജീവിതയാത്ര നയിച്ച് ജീവിതം ഇതുവരെ മനോഹരമാക്കിയ, ഇനി അതിലും മനോഹരമാക്കാൻ പോകുന്ന വിവാഹിതരായ സർവേശ്വരൻ്റെയും ശ്രീലതയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ മണ്ഡപത്തിൽ ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.